അഖിലേഷ് യാദവിനെ കണ്ടു പഠിക്കൂ മിസ്റ്റർ രാഹുൽ ഗാന്ധി. രാജ്യത്താകമാനം പള്ളികൾ കേന്ദ്രീകരിച്ച് ഓരോ വിവാദങ്ങൾ സൃഷ്ടിച്ച് ശിവലിംഗമുണ്ടെന്നും പഴയ ഹിന്ദു ക്ഷേത്രമാണെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടും അത് തകർക്കാൻ നീക്കം നടത്തുമ്പോൾ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ നടക്കുന്ന രാഹുലിന് പലയിടങ്ങളിലും മൗനമാണ്. ചിലയിടങ്ങളിലൊക്കെ പ്രതികരിക്കുന്നുണ്ടെന്ന് വരുത്താനെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കലിനപ്പുറം ചില വിഷയങ്ങളിൽ ശക്തമായ ഭാഷയിൽ, പരുഷമായ ഭാഷയിൽ മറുപടി കൊടുക്കേണ്ടത് രാഷ്ട്രീയ ഔന്നിത്യമാണെന്ന് ഇതുവരെയും അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുപിയിൽ യോഗിയെ വിറപ്പിച്ച അഖിലേഷ് യാദവ് ഇപ്പോൾ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പള്ളികൾക്കുള്ളിൽ ശിവലിംഗമുണ്ടെന്നുള്ള പ്രചരണം നടത്തി അത് പൊളിക്കാനുള്ള നീക്കത്തിന് അതേ വേവ് ലെങ്തിൽ തന്നെ ഒരു കടുപ്പപ്പെട്ട മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: യോഗി ആദിത്യനാഥിൻ്റെ വസതിക്ക് താഴെ ശിവലിംഗമുണ്ട്, ഉടൻ ഖനനം നടത്തണമെന്ന് അഖിലേഷ് യാദവ്. ഇതിനേക്കാൾ അപ്പുറം പ്രതിസന്ധി സൃഷ്ടിക്കാനുണ്ടോ? ഹിന്ദു വിശ്വാസത്തിൻ്റെ പേരിൽ ഈ നാട്ടിൽ മതേതരത്വം തകർക്കാൻ വേണ്ടി ഒരു വിഭാഗക്കാരുടെ ആരാധനാലയങ്ങൾ തകർക്കാൻ നീക്കം നടത്തുമ്പോൾ യുപി പോലൊരു സംസ്ഥാനത്തിരുന്ന് രാഹുൽ ഗാന്ധിക്ക് പറയാൻ ധൈര്യമില്ലെങ്കിലും അഖിലേഷ് യാദവ് ആ വാചകം പറഞ്ഞു. സ്വാഭാവികമായിട്ടൊരു പ്രതിസന്ധി ഉണ്ടാക്കും. എവിടെയൊക്കെ ശിവലിംഗമുണ്ടെന്ന് തപ്പി നടക്കുന്നവർക്ക് യോഗി ആദിത്യനാഥിൻ്റെ വീടിൻ്റെ അടിയിൽ തന്നെ അതൊരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഖനനം ചെയ്യാൻ തയ്യാറാകണമല്ലോ. ശിവലിംഗത്തോടാണ് സ്നേഹമെങ്കിൽ ആ വീടങ്ങോട്ട് പൊളിച്ചിട്ട് ആ ഖനനം നടത്തി അവിടെ ഒരു അമ്പലം പണിയണം. അത് നടക്കില്ല. ഇത് പള്ളികളും അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗക്കാരും താമസിക്കുന്ന വീടുകളും കേന്ദ്രീകരിച്ച് മാത്രമാണല്ലോ ഇതിൻ്റെ പരതൽ നടക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കുഴിച്ചുമൂടിയത് ഞങ്ങളുടെ അവകാശം പോലെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ നിലനിന്നിരുന്ന ഓരോ ചരിത്ര സ്മാരകങ്ങൾ, ചരിത്രം പേറുന്ന ആരാധനാലയങ്ങൾ, ഓരോ കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് ബാബറി മസ്ജിദ് പോലെ തന്നെ യുപിയിലെ പല പ്രദേശങ്ങളിലും തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. സുപ്രീം കോടതി അതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുമ്പോഴും അതിനെ മറികടന്നുകൊണ്ട് പുതിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്ന സന്ദർഭത്തിലാണ് അഖിലേഷ് യാദവിൻ്റെ ഈ ശക്തമായിട്ടുള്ള പ്രതികരണം. അതുപോലുള്ള പ്രതികരണങ്ങൾ നടത്താൻ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ചിലയിടങ്ങളിലൊക്കെ ഈ ബാബറി മസ്ജിദിന് വെള്ളി ഇഷ്ടിക കൊടുത്തുവിട്ട മനോഭാവത്തിലേക്ക് വരുമ്പോൾ ഈ നാട്ടിൽ ന്യൂനപക്ഷങ്ങളെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആശങ്കാകുലരാണ്. അത് മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. അത് ഉയർത്തിയതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവിൻ്റെ SP എന്ന പാർട്ടിക്ക് യുപിയിൽ വമ്പൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. 400-ൽ പരം സീറ്റ് എന്നുള്ള പ്രഖ്യാപനത്തിൽ വിറച്ചുപോയത് യുപിയിൽ കാലിടറിയതുകൊണ്ടാണ്. എന്തുകൊണ്ട് കാലിടറാൻ കാരണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആശങ്കപ്പെടുന്ന വിഭാഗക്കാരോടൊപ്പം ഇതുപോലെ ഉറച്ച ശബ്ദമായി അഖിലേഷ് നിലകൊള്ളുന്നുണ്ട്. അവിടെ ചെന്ന് സ്നേഹത്തിൻ്റെ കട തുറക്കാൻ നിന്നിരുന്നെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. സ്നേഹത്തിൻ്റെ കട തുറന്ന് വരുമ്പോഴത്തേക്കും രാജ്യത്താകമാനം കാവ്യവൽക്കരിച്ച് കഴിയുന്ന അവസ്ഥയെത്തുമെന്ന് രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇതുപോലെ അവരുയർത്തുന്ന വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള ശബ്ദമാകണം. അതല്ലാതെ കറങ്ങി നടന്ന് സിമ്പിളാണെന്നും കുടുംബമഹിമയൊക്കെ പറഞ്ഞ് അധികാര രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരുതരം വിഡ്ഢികളുടെ സ്വർഗത്തിരുന്ന് ചിന്തിക്കുന്ന പോലെയാണെന്ന് പറയേണ്ടി വരികയാണ്.